ഞാനും മോനും കൂടി ഇരുന്ന് റീൽസ് കാണുമായിരുന്നു. അന്നേരം ഉണ്ട് അതിനകത്ത് ലഞ്ച് ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ. പെട്ടെന്ന് ഞങ്ങൾ രണ്ട് മുഖത്തോട് നോക്കി നമുക്കൊരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാനും മോനോട് ഒരുമിച്ച് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ബീട്രൂട്ട് ഉണ്ട്, മുട്ടയുണ്ട്, തേങ്ങയുണ്ട്. മതിയല്ലോ, ഇത് തന്നെ ധാരാളം. അങ്ങനെ കുറച്ച് ബീട്രൂട്ട് എടുത്തരിഞ്ഞു, സവാള എടുത്തരിഞ്ഞു, ഒരു തോരനുള്ളതാക്കി. പിന്നെ ഒരു തേങ്ങയും പൊട്ടിച്ചു. ആ തേങ്ങ പൊട്ടിച്ച് ചമ്മന്തിക്കും തോരനും ആക്കാം. പിന്നെ മുട്ട, അത് നമുക്ക് പതുക്കെ മതിയല്ലോ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അത് ചെറുതായിട്ടായിരുന്നു, എന്നാലേ മിക്സിക്കകത്ത് പെട്ടെന്ന് അരിഞ്ഞു വരത്തുള്ളേ. അങ്ങനെ ഞാനത് കുറച്ച് കടുകൊക്കെ വറുത്തിട്ട് തോരനുള്ളതൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കി. അതിനകത്ത് കുറച്ച് സവാളയും കുറച്ച് വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി അങ്ങ് അരച്ചു വെച്ചു. പിന്നെ അതാ ലാസ്റ്റ് നമ്മുടെ മുട്ടയാണേ. അതിനകത്ത് ഞാൻ സവാള എനിക്ക് ചേർത്ത് കഴിക്കുന്ന ഇഷ്ടമാണ്, പച്ചമുളക് ഇടുന്ന ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് വെച്ചാൽ എരിവ് കൊണ്ടാ കേട്ടോ. പക്ഷെ എന്റെ മോൻ ഇത് രണ്ടും ചേർക്കാൻ സമ്മതിക്കത്തില്ല. അവനല്ലാതെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അങ്ങനെ എന്തായാലും കറികളൊക്കെ റെഡിയായിട്ട് ലഞ്ച് ബോക്സ് കെട്ടാൻ തുടങ്ങുക. പ്ലാസ്റ്റിക് പാത്രത്തിൽ ചൂട് ചോറല്ലേ വെക്കുന്നത് കേട്ടോ. ഞാൻ ചോറ് നേരത്തെ ചൂടാറാനായിട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇതിനകത്ത് വെക്കുന്നത്. അങ്ങനെ മുട്ടയും ചമ്മന്തിയും തോരനും എല്ലാം വെച്ചിട്ട് ലഞ്ച് ബോക്സ് അടച്ചു വെച്ചു. ഒരു അരമണിക്കൂറൊക്കെ അടച്ചു വെച്ചേട്ടോ. അത് കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും നല്ല സൂപ്പർ ആയിരുന്നു.